ഹായ് ഓൾ, വെൽക്കം ടു സൈക്യു ലേണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് ഇഗ്നോയിൽ റീ രജിസ്ട്രേഷൻ ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പം 2025 ജൂലൈ സെഷനിലേക്കുള്ള റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാം. ഇപ്പം ഈ പേജ് എങ്ങനെ എടുക്കലെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇഗ്നോ റീ രജിസ്ട്രേഷൻ 2025 എന്ന് അടിച്ചാൽ ഇങ്ങനൊരു ലിങ്ക് വരും. അല്ലെങ്കിൽ കയറിയാൽ ഇങ്ങനത്തെ ഒരു പേജാണ് എന്ത് ചെയ്യുക നമുക്ക് കിട്ടുക. ഓക്കെ, ഈ റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരുപാട് തേർഡ് പാർട്ടീസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. അവർക്ക് ചെറിയ ഫീസൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളൊരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്, സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പം നിങ്ങൾ ഇതൊക്കെ ആയിട്ട് പരിചയമൊക്കെ ആവണം. അപ്പം നിങ്ങൾ സ്വന്തം ചെയ്യാവുന്നേ ഉള്ളൂ. സിമ്പിൾ പ്രോസസ്സുകളാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു ഇതൊക്കെ വായിച്ചു നോക്കുക. എന്തൊക്കെയാണ് ഇതിന്റെ കണ്ടീഷൻസ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓവറോൾ ഇത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ ലാസ്റ്റ് ഉണ്ടാവും ഐ ഹാവ് റെഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബിലോ. ഇത് നമ്മളെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പോലുള്ള ഒരു സാധനമാണ്. അധികം എന്ത് ചെയ്യില്ല, വായിക്കൂല. അതായത് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും ശരിക്കും ആരും എന്ത് ചെയ്യില്ല, വായിക്കലില്ല പൊതുവെ. ശരിക്കും ഇമ്പോർട്ടന്റ് ഡാറ്റാസ് എന്തിലുണ്ടാവും, ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ആ ഒരു പേജിലുള്ള ഇത് വായിക്കേണ്ടതാണ്. ഓക്കെ, ഇനി അവിടെ നിങ്ങൾ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജാണ് കിട്ടുക. അതായത് സ്റ്റുഡൻസ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു പേജ്. നിങ്ങൾക്ക് അറിയുണ്ടാവും എന്താണ് സ്റ്റുഡൻസ് പോർട്ടൽ, എങ്ങനെയാണ് സ്റ്റുഡൻസ് പോർട്ടൽ ഓപ്പൺ ചെയ്യല്, രജിസ്റ്റർ ചെയ്യല്. അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം സ്റ്റുഡൻസ് പോർട്ടലിൽ നിങ്ങളെ എൻറോൾമെന്റ് നമ്പർ അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ പാസ്വേഡ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു ക്യാപ്ച ഉണ്ടാവും. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കിട്ടും. ഇതാണ് നമ്മളെ ഡിഗ്രിന്റെ എന്ത് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ ഡിഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യുന്നത്. നമ്മളെ എന്തൊക്കെയാണ് പേപ്പേഴ്സ് ഉള്ളത്, എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ ഈ ഒരു ഡാഷ്ബോർഡിലാണ് എന്ത് ചെയ്യുക വരിക. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒരു എന്താണ് ഫോർ പ്രോഗ്രാം റീ രജിസ്ട്രേഷൻ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഡാഷ്ബോർഡിൽ. അപ്പം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലെത്തും. ഓക്കെ, റീ രജിസ്ട്രേഷൻ ഫോർ എന്താണ് ബാച്ചലർ ഓഫ് ആർട്സ് സൈക്കോളജി. അത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾക്കൊരു നമ്മൾ ഓവർവ്യൂ കാണല്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇയറിൽ രജിസ്റ്റർ ചെയ്ത സബ്ജക്ട്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്, എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ഓപ്പൺ ഫോർ 2025 ജൂലൈ. യു ക്യാൻ അപ്ലൈ ഫോർ റീ രജിസ്ട്രേഷൻ ഇൻ ഇയർ 2 ഓഫ് ഓക്കെ BAPCH. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഴ്സ് സെലക്ഷൻ ഒരു ഓപ്ഷൻ വരും. ഇപ്പൊ എന്താണ് ഇതിൽ എന്താണ് ഫസ്റ്റ് തന്നെ കൊടുക്കുന്നത് സ്റ്റഡി മെറ്റീരിയൽ ടൈപ്പ് സെലക്ഷൻ. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ പ്രിന്റഡ് ഫോമിൽ അല്ലെങ്കിൽ ബുക്ക് ഫോമിൽ ഹാർഡ് കോപ്പി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റലായി മതിയെങ്കിൽ എന്താണ് 50% ഡിസ്കൗണ്ട് ഉണ്ടാവും പ്രോഗ്രാം ഫീല്. ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ബുക്കിൽ നോക്കി പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ എന്താണ് ബുക്ക്ഡ് പ്രിന്റഡ് ഫോമിലേക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ കോഴ്സ് സെലക്ഷൻ കാണാം. സെമിസ്റ്റർ 3ക്ക് കമ്പൾസറി ആയിട്ട് 3 പേപ്പർ ഉള്ളത്, സൈക്കോളജിക്കൽ റിസർച്ച്, സൈക്കോളജിക്കൽ തോട്ട്, പിന്നെ സോഷ്യൽ സൈക്കോളജി. ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ളൊരു കോഴ്സ് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഞാൻ ഇതിലിപ്പം ഇമോഷണൽ ഇന്റലിജൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിലെന്താണ് റീതിങ്കിങ് ഡെവലപ്മെന്റ്, ഒരു സിമ്പിൾ പേപ്പറാണ് റീതിങ്കിങ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു തേർഡ് സെമ്മിലേക്ക് ഈ 2 പേപ്പേഴ്സാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഫോർത്ത് സെമ്മിലേക്ക് ഏതൊക്കെ പേപ്പറാണ് വേണ്ടത്, ഞാൻ ഇതിൽ സ്കൂൾ സൈക്കോളജി സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നമ്മൾ മാക്സിമം സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിൾ പേപ്പേഴ്സ് ചൂസ് ചെയ്യാൻ നോക്കുക. അതായിരിക്കും എന്ത് ചെയ്യാം, കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതിന്റെ ക്ലാസ്സസ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾ ടഫസ്റ്റ് അല്ലെങ്കിൽ യുണീക്ക് സബ്ജക്ട്സ് ഒക്കെ സെലക്ട് ചെയ്യാതിരിക്കുക. അത് നിങ്ങൾക്കൊരു ചാലഞ്ച് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, കൂടുതലും സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ളതാകുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു പേജ് വരും. അതായത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വെരിഫൈ ചെയ്യാം. അതിന്റെ അടിയിൽ എന്താണ് ഫീ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും.
റീ രജിസ്ട്രേഷൻ ഫീ ഫോർ പ്രോഗ്രാം 5500 ആണ്. ഇത് നിങ്ങൾ തേർഡ് പാർട്ടീസിലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ 600 700 സോറി 7000 ഒക്കെയാണ് ചിലപ്പം അവർ വാങ്ങുക. എന്ന് പറഞ്ഞാൽ റീ രജിസ്ട്രേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കാനോ എന്താണെന്ന് അറിയില്ല. സംഭവം സിമ്പിൾ പ്രോസസ് ആണ്, നിങ്ങൾക്ക് സ്വന്തം ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത്, നിങ്ങൾ മാക്സിമം ഒരു ലാപ്ടോപ്പോ PC ഉപയോഗിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണ്, കൂടുതൽ നെറ്റ്വർക്കും അതുപോലെ തന്നെ സൈറ്റ് നല്ല രീതിയിലൊക്കെ വരണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് PC ആണ്. ഇൻ കേസ് PC ഇല്ലെങ്കിൽ, ലാപ്ടോപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ തന്നെ ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ക്ലിക്ക് ചെയ്താൽ പേയ്മെന്റ് ഗേറ്റ് വേ ഓപ്പൺ ആവും. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്താണ് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ എന്താണ് UPI അടിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. എന്താണ്, UPI ID അടിക്കുക, വെരിഫൈ ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ പേയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഇനി അങ്ങനെ അല്ലെങ്കിൽ പേയ്മെന്റ് ഗേറ്റ് വേ 2 ഉണ്ട്, അതിലേക്ക് പോയി കഴിഞ്ഞാലും അതൊരു സെയിം ഇന്റർഫേസ് തന്നെയാണ് വരിക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, UPI കൊടുക്കാം. ഇതിൽ QR കോഡ് സ്കാൻ ചെയ്യാനുണ്ടാവും. ഇതായിരിക്കും ഐ തിങ്ക് കുറച്ചും കൂടി സിമ്പിൾ. ജസ്റ്റ് QR കോഡ് സ്കാൻ ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങളെ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു റെസിപ്റ്റ് ഒക്കെ കിട്ടും. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, എടുത്ത് വെക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ബുക്ക് ഒന്നും ഡെലിവറി ആയില്ലെങ്കിൽ ആ ഒരു റെസിപ്റ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, പിന്നീട് ബുക്കിന് അപ്ലൈ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ മെയിൽ അയക്കേണ്ടതൊക്കെ ആ ഒരു റെസിപ്റ്റ് വെച്ചിട്ടാണ്. അങ്ങനെ പൊതുവെ ഉണ്ടാവാറില്ല. നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 or 2 monthsനുള്ളിൽ തന്നെ നിങ്ങളുടെ ബുക്കൊക്കെ എന്ത് ചെയ്യും, പോസ്റ്റ് ഓഫീസിലെത്തും. നിങ്ങളെ കൊടുത്ത അഡ്രസ്സിൽ തന്നെയാണ് വരിക. ഓക്കെ. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, റീ രജിസ്ട്രേഷനിൽ ചെയ്യാനുള്ളത്. ഇത്രയും സിമ്പിൾ പ്രോസസ്സാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തം തന്നെ ചെയ്യാൻ ശ്രമിക്കുക.